എന്തത് ഒരുത്തൻ ലൈവ് ഇരിക്കുകയാണ്, നട് റോട്ടിലാണ് ഇരിക്കുന്നത്. ചേട്ടാ, ഈ ഇരുത്തത്തിന്റെ വൃത്തം എന്താണ്? ആ, ടൗണല്ലത്? ടൗൺ തന്നെയാണ്, അതുകൊണ്ടാണ് കുഴി അടക്കാൻ പറയുന്നത്. പാവപ്പെട്ട ഒരുപാട് ആളുകൾ ബൈക്ക് കൊണ്ട് പോകുന്ന വഴിയാണ്, യാത്രയായിട്ട് കുഴി കാണുന്നത്. പാവപ്പെട്ട ജനങ്ങളെല്ലാം കുഴി അടക്കണം. മൊത്തം റോഡ് ബ്ലോക്കാണല്ലോ, മഴയാണല്ലോ, അപ്പം കുടപിടിച്ചിട്ടിരിക്കുന്നത്. ഇങ്ങനെ ഇരുന്ന വല്ല വണ്ടികളടിക്കില്ലേ? എന്റെ ജീവൻ കുഴപ്പമില്ല, എന്റെ ജീവൻ പോണേ പോട്ടെ. പാവപ്പെട്ട ഒരുപാട് ജനങ്ങളുടെ ജീവൻ പോകണ്ടേ, അത് കുഴപ്പമില്ല. എന്റെ ജീവൻ പോണേ പോട്ടെ. ഇതിൽ അത് കഴിഞ്ഞാലെങ്കിലും അധികാരികൾ കണ്ണുറപ്പില്ല. ഇയാൾ എണീക്കില്ല എന്നാണ് പറയുന്നത്. മഴ വന്നാലും കുഴി അടയ്ക്കാതെ അതും നടു റോട്ടില. കഴിഞ്ഞ ആഴ്ച അടച്ചിട്ട് പോയ കുഴി. അത് നടന്നില്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് നടത്തിട്ട് പോയതല്ലേ ബുദ്ധിമുട്ട് മനസ്സിലായി. ഇതിപ്പോ പബ്ലിക്കിന് ശല്യമായി മാറും. ന്യായമായ ആവശ്യമായിരിക്കും. നിങ്ങൾക്ക് ഇവിടെയുള്ളത് മാത്രം അറിയാം. നിങ്ങൾ പരാതി കൊടുക്കുക, പരാതി കൊടുത്തിട്ട് കോപ്പി ചെയ്തെടുക്കുക. പരാതി കൊടുക്കുക. പരാതി കൊടുത്തിട്ട് പിന്നെ നിങ്ങളുടെ ഈ വിവാദത്തിൽപ്പെടുന്ന മെമ്പർ ആരാധിച്ച മെമ്പറിനെ ജീവിക്കുക. അങ്ങനെ എല്ലാ പരാതികളും ചെയ്തിട്ട് അവസാനം കൈകാര്യം. പ്രശ്നം ശ്രദ്ധിക്കപ്പെടും. ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ട്. കുറെ പേർക്ക് എല്ലാവരും സപ്പോർട്ട് സാർ വിളിച്ചിട്ടുള്ള പിന്നീട് കൊടുക്കുക. അതിന് കാര്യമായിട്ട് നടക്കാൻ വേണ്ടി ചെയ്യാം. തീരുമാനം. ഓക്കെ, താങ്ക് യു. ശരി, വാർത്തകളെല്ലാം പിരിച്ചുവിട്ടെങ്കിൽ തൽക്കാലം പിരിച്ചുവിട്ടിരിക്കുന്നു. പരാതി ആലത്തൂർ ടൗണിലെ പ്രശ്നങ്ങളും എല്ലാം പോലീസുകാർ വന്ന് നീക്കം ചെയ്തുകൊണ്ട് ട്രാഫിക് ശരിയായിരിക്കുകയാണ്. എത്ര ആൾക്കാരെ ലൈവ് ഇട്ടിരിക്കുന്നു. ലൈവ് ഇട്ടി കണ്ടവാനും വിട്ടു. നമ്മൾ തുടങ്ങിയതും അവനെന്തായാലും ഒരുപാട് കാര്യങ്ങൾ പറയണം. ലൈവ് വിട്ടിട്ട് കാര്യം അല്ല. അവൻ പറഞ്ഞു, സുഖായി പറഞ്ഞു. ഞാൻ എണീക്കില്ല പറഞ്ഞു. റോഡല്ലേ, എണീക്കില്ല പറഞ്ഞു. പോലീസുകാർ വന്ന് കാര്യം പറഞ്ഞു. ആരാണ്? പോലീസാ? പോലീസുകാർ കഥെടുക്കണ്ട. വെറുതെ ഇല്ല, ഇപ്പൊ ന്യൂസായി, വൈറലായി.